ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള തോരൻ. നാട്ടിൽ വന്നാൽ ഒരു ബോറടിയില്ല. പറമ്പിലേക്ക് ഇറങ്ങി ഇത് നിറച്ച് കുറച്ച് മുരിങ്ങയില കുറച്ചുകൊണ്ട് വന്നു, അതുപോലെ കുറച്ച് മുരിങ്ങക്കാ കിട്ടി, ചക്കക്കുരു എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ അത് വെച്ച് നമുക്ക് നല്ലൊരു തോരൻ ഉണ്ടാക്കാം ഇന്ന്. ചക്കക്കുരു മുരിങ്ങക്കായൊക്കെ വേകുന്ന സമയം കൊണ്ട് നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കാം. ഇച്ചിരി തേങ്ങ എടുത്തിട്ടുണ്ട്, നല്ല കാന്താരി മുളകുണ്ട്, കുറച്ചുള്ളി, കറിവേപ്പില, ഇതൊന്ന് ചതച്ചെടുത്തോണ്ട് വരാം. ഒരു പാത്രം അടുപ്പേ വെച്ചിട്ടുണ്ട്, അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഇച്ചിരി അരി അത് ഇട്ട് കൊടുക്കാം. ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഉള്ളി, 2 മുളക് മുറിച്ചത്, കറിവേപ്പില അതിട്ട് കൊടുത്തൊന്നങ്ങ് വഴറ്റാം. ഉള്ളി വഴന്ന് വന്നപ്പോൾ ഒരല്പം മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി അതിട്ട് കൊടുത്തിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഈ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമ്മുടെ മുരിങ്ങയുടെ ഇലയും കൂടെ ആ കുഴപ്പം ഇട്ട് കൊടുക്കാം. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരൻ അത് ഇട്ട് കൊടുത്ത് ഇലയൊന്ന് വാടി വന്നോട്ടെ. ഇലയിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ച ചക്കക്കുരുവും മുരിങ്ങക്കായും കൂടെ ആ കൂട്ടിയിട്ട് കൊടുക്കാം. നല്ലോടെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. എല്ലാം നന്നായിട്ട് യോജിച്ച് ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഇപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള തോരൻ നമുക്ക് സെർവ് ചെയ്യാൻ പ്ലേറ്റിലേക്ക് ഇടാം.